child. Maybe we'll make pancakes. It's been a while. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താണ് അലോവേരയൊക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കണേന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് അലോവേര വെച്ചിട്ടുള്ള ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ശരിക്കും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല മഴക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാം. പിന്നെ ഈ സമയത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും മഴയുള്ള സമയത്ത് നമ്മൾ അലോവേര യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് എന്തിനാണ് ഈ ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും പിന്നെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള മുടിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. മഴക്കാലത്ത് ഈ അലോവേര യൂസ് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, എപ്പോഴും അലോവേര കട്ട് ചെയ്തിട്ട് ഇതിനകത്തൊരു യെല്ലോ ലിക്വിഡ് ഉണ്ട്, അത് കളഞ്ഞിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഇത് യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ നോർമലി മഴയത്ത് നമ്മൾ അലോവേര ഫ്രഷ് ആയിട്ടുള്ളതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ തലനീരിറക്കം അങ്ങനെ തുമ്മൽ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സോ അതൊക്കെ ഒന്ന് ഇല്ലാണ്ട് ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ചെറുപ്പത്തിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു കൂട്ടാണ്. കാരണം ചെറുപ്പത്തിൽ എനിക്ക് ഒട്ടും മുടി ഉണ്ടായിരുന്നില്ല. അപ്പം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. നല്ല തിക്നെസ്സിൽ മുടി വന്നു എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്തും കൂടി, അതുപോലെ തന്നെ നല്ല കട്ടിയിൽ മുടി വളർന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് അമ്മമാരിങ്ങനെ എപ്പോഴും കംപ്ലയിൻറ്റ് പറയും മുടി കുറവാണ്, അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് അല്ലാണ്ട് ഇപ്പം ചില കൊച്ചുങ്ങൾക്ക് ഭയങ്കരമായിട്ട് തലനീരർക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ അലോവേര ഒന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെറിയ ചെറിയ പീസസ് ആയിട്ട്. അപ്പോൾ അലോവേര നമ്മളുടെ ഹെയർ നല്ലതുപോലെ ഗ്രോത്ത് ചെയ്യുന്നതിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ നല്ലതാണ്. പിന്നെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് അലോവേര യൂസ് ചെയ്യുമ്പോൾ നല്ല തലനീരൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ നമ്മുടെ തന്നെ ബ്രമറയുടെ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ കളറോ ഒന്നുമില്ല. അപ്പോൾ 2 സ്പൂണാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സ്പൂൺ കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യുക. കാരണം ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതിനും ഒന്ന് ഹെയർ നല്ല പോലെ ഈ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറാനായിട്ട് കോക്കനട്ട് ഓയിൽ ഹെൽപ്പ് ചെയ്യും. ഫുൾ എഗ്ഗാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണേ. കാരണം ഇത് നിങ്ങൾ ഇപ്പം അയ്യോ എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ എഗ്ഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു നല്ല ക്രീമായിട്ട് വരും. സൂപ്പർബാണ് കേട്ടോ, ഒരു നല്ല ടെക്സ്ചറാണ്. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്കല്ല എല്ലാവർക്കും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് തലയോട്ടിയിലാണ്. കാരണം മുടി കിളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൂടുതലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലയോട്ടിയിലാണ്. നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സമയം വെക്കണം കേട്ടോ, ഒരു 20 to 30 മിനിറ്റ്സ് എങ്കിലും വെക്കണം. വെച്ചതിന് ശേഷം മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു വെച്ചിട്ട് കഴുകണം. കാരണം എഗ്ഗിൻ്റെ യെല്ലോയും വൈറ്റും നമ്മൾ ഇട്ടിട്ടുണ്ട്. സോ അപ്പോൾ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് മൈൽഡ് ഷാമ്പു വെച്ചിട്ട് കഴുകി കൊടുക്കുക. നല്ല പോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കൂ. നന്നായിട്ട് മുടി വളരും. അതുമാത്രമല്ല മുടി കൊഴിച്ചിൽ നിൽക്കും, മുടി നല്ല ഷൈനി ആവും. അപ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ചെയ്യൂ കേട്ടോ. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ്, അമേസിങ് റിസൾട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതേപോലെ നല്ല മഴക്കോളുണ്ട്, ഇപ്പോൾ ഉടനെ മഴ പെയ്യും എന്നുള്ള ഒരു രീതിയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫ്രം സരിത.